ഹലോ അസ്സലാമലൈക്കും. ജൂബീസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ്ങിന് നമ്മളെല്ലാ ഫ്രണ്ട്സും കൂടി വന്നിട്ടുള്ളൊരു ഡേ ആണ്. അപ്പോൾ ഞങ്ങളങ്ങനെ വീടൊക്കെ കണ്ടു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ 3 ഗേൾസും കൂടി ബീച്ചിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് പോണത് നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയും, നമ്മൾ സബാൻ വ്ളോഗ് ചെയ്യുന്ന സബാൻ്റെ കടയിലേക്കാണ് പോയിട്ടുള്ളത്. അവൻ ഷോപ്പ് ഇതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ. അതല്ല അങ്ങനെ ഷോപ്പിലെത്തിയപ്പോൾ നമ്മൾ അവനക്കൊരു സർപ്രൈസ് കൊടുക്കുക വെച്ചിട്ട് വന്നതാണ് എല്ലാവരും കൂടി. പക്ഷെ ആളിവിടെ ഇല്ലായിരുന്നു. അവന് കോഴിക്കോട് ഒരു പർച്ചേസിന് പോയതാണ്. അപ്പോൾ ഏതായാലും കാണാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പിന്നീട് ഒരു ദിവസം കാണല്ലോ വെച്ചിട്ട് അങ്ങനെ വേഗം അവിടെ നിന്ന് കടന്നു പോയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഇനി ബീച്ചിൽ പോകാനുള്ള പ്ലാനിലാണ്. ഞങ്ങൾ 3 ഗേൾസും കൂടി ഒരു ഓട്ടോ വിളിച്ച് പോകാൻ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കാലത്തിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നത്. ആ ഒരു വൈബ് വേറെ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മളെ കുട്ടികളാരും നമ്മളെ കയ്യിലില്ല. ഒരാളെ കുട്ടി മാത്രമുണ്ട്, ബാക്കി ആരും കുട്ടികളൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങൾ ഗേൾസ് മാത്രം. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു കേട്ടോ പോകുമ്പോൾ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളിവിടെ തോൽത്തീരത്ത് എത്തിയിട്ടാണ് ഗൈസ്. എൻ്റെ ബെസ്റ്റുകൾക്കൊക്കെ ക്യാമറ ഫേസ് ചെയ്യാനൊരു ചമ്മലുണ്ട് കേട്ടോ. അതാണ് ഒരു ക്യാമറേൻ്റെ മുന്നിലൊന്നും വരാത്തത്. അങ്ങനെ നമ്മളൊരു ട്രിപ്പായിട്ട് ഇപ്പോൾ വന്നതാണ് കേട്ടോ. നമ്മൾ അവിടെയൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തൊക്കെ അപ്പം നമ്മൾ കടലൊക്കെ കാണാൻ വേണ്ടിയൊക്കെ ബീച്ചിൽ വന്നിട്ട് ഗൈസ്. പിന്നെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിലെല്ലാവരും വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതാ കുറേ കാലത്തിന് ശേഷം ബീച്ചിലേക്ക് വരുന്നിട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ കടലിൽ ഏകദേശം ഇങ്ങോട്ട് അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ അടുത്തായിട്ടാണ് നമ്മൾ കാണുന്നത്. മക്കളൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്ക് ചില്ലാക്കാൻ വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത്. നല്ല കാറ്റടിക്കും കേട്ടോ. വരൂ. നമ്മളിവിടെ നല്ല വെയിലാണ്. ഇവിടെ ഏകദേശം ഒരു 3-4 മണിൻ്റെ അടുത്താണ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മക്കളൊന്നും ഇല്ല, എന്തോ ഒരു മിസ്സിങ് അവരൊന്നും ഇല്ലാണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ചില്ലാക്കുള്ളതൊരു രസം വേറെ വൈബ് വേണ്ടി പറഞ്ഞതാണ്. നമ്മളിപ്പോൾ ഫ്രണ്ട്ഷിപ്പായിട്ട് കുറേ കാലമായി മീറ്റ് ചെയ്തിട്ട് കുറച്ചായി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മീറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതാ വന്നിട്ടോ. അങ്ങനെ ബീച്ച് കണ്ടിങ്ങനെ വരുമ്പോഴാണ് നമ്മളിവിടെ മീൻ പിടിക്കുന്നത് കാണുക കേട്ടോ. അപ്പോൾ വലയിട്ട് 2 പേരും മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കക്ക ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കക്ക വാരാനുള്ള ഒരുപാട് ആൾക്കാരിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വന്ന് കാണാനായി നല്ല രസമായിരുന്നു കണ്ടിരിക്കാൻ. എല്ലാവരും നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നിട്ട് നീങ്ങണില്ലടാ. അപ്പോൾ നമ്മളിത് ഏകദേശം ഇവിടെ അടുത്തെത്തി കേട്ടോ. ഇവിടെ നല്ല രസമാണ്. എൻ്റെ സുഖം നമ്മൾ ബീച്ച് കണ്ടിട്ട് പറയുന്നത്. എല്ലാവരും കക്ക വാരുന്നുണ്ട് കേട്ടോ. നിറയെ കക്ക ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ താത്തൊക്കെ കക്ക വാരുന്നുണ്ട് കേട്ടോ. നമ്മളിവിടത്തൊക്കെ കക്ക വന്ന് അടങ്ങിയിട്ടുണ്ട്. നിറയെ വന്നിട്ടുണ്ട് കേട്ടോ. അതെന്താ കക്ക ചെറിയ കുട്ടികളായിരുന്നു. സീഡാണല്ലോ.
തന്നെ അത്യാവശ്യം വലുതാണ്. ഇതിനുള്ളിലുണ്ടല്ലേ സാധനം? കുട്ടികളെ കൊണ്ടുവരുന്നത് ഏകദേശം കുറെ കിട്ടുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ എടുക്കണം അല്ലേ? അങ്ങനെ കക്ക പരക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇവിടെ. അപ്പോൾ രണ്ട് താത്തമാരെ കണ്ടുമുട്ടി. അപ്പോൾ അവർ കക്ക എനിക്ക് കാണിച്ചു തരും. ഞാൻ കുറേ ആയി കക്കൊക്കെ കണ്ടിട്ട്. അവർ ആ കക്ക വെയിലത്ത് പെറുക്കിയാണ് കേട്ടോ. അപ്പോൾ അവർ പെറുക്കുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. എന്താണ് ഗൈസ്, വെയിലാണ്, നല്ല വെയിലുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കടലൊക്കെ കണ്ടു. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടുന്ന് എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ വീണ്ടും വരുന്നവരൊക്കെ ഇങ്ങനെ കക്ക പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് കുട്ടികളും പെറുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോ ക്ലിപ്പും അതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞാനിങ്ങനെ അവിടെ നിന്ന് കുറച്ച് നേരം ചില്ലാക്കി. പിന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും കൂടി. നമുക്ക് ആ കടയിൽ പോയി വെള്ളം കിട്ടും. വെള്ളം ഐസ്ക്രീമൊക്കെ തിന്നാൻ വേണ്ടി പോകട്ടെ. ഫസ്റ്റ് നേരം ഞങ്ങളിവിടെ ചില്ല ചെയ്ത് ഇവിടെ ഒന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ. അതിന് ടയേർഡായിട്ടോ. ഇനി ഞങ്ങൾ കുറച്ചും കൂടി വൈബൊക്കെ അടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. നല്ല വെയിലുണ്ട്, ഈവനിങ് ഒന്നും ആവാൻ ടൈമില്ല, വീട്ടിൽ പോകണം. അപ്പം ഞങ്ങൾ അങ്ങനെ ചില്ലാക്കി. നമ്മൾ മുബിമോളെ കാണില്ലല്ലോ. ഒരാളിവിടെ ഗദ്ദാമുസേന ഇരിക്കുന്നു കേട്ടോ. അങ്ങനെ ബീച്ചെല്ലാം കണ്ടു. ഞങ്ങൾ കുറച്ച് നേരം വെള്ളമൊക്കെ കുടിച്ചു. ഇനി ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചോക്കോബാർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിക്കുന്നുണ്ട്. ഒരു ഇളനീരിൻ്റെ ടേസ്റ്റിൽ നല്ലൊരു ചോക്കോബാറാണ്. അപ്പോൾ അത് കഴിക്കാൻ വിചാരിച്ചു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാറ്റിലൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് നമ്മൾ ഐസ്ക്രീം കഴിച്ചു. ഇവിടെ ഒരാൾ കിടന്നു പറഞ്ഞിട്ടുണ്ട് കൈസ്. എന്നാ പിടിച്ചോളൂ, എടുക്കൂ. പച്ചവെള്ളം കുടിക്കൂ. നമ്മൾ രണ്ടാളും കൂടി എനിക്ക് വേണ്ട, ഞാൻ വെറുതെ അങ്ങനെ ഈ ഒരു നിമിഷം വളരെ മനസ്സിന് സന്തോഷം നിറഞ്ഞൊരു നിമിഷമാണ് കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഫ്രണ്ടുകളെല്ലാവരും കൂടി ഒരുപാട് നേരം സംസാരിച്ചു. പഴയ ഓർമ്മകളെല്ലാം പറഞ്ഞ് ചിരിച്ചു. എന്തോ ഒരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ നിമിഷമാണ്. നമ്മൾ ഗാങ്ങിൽ ഒരുപാട് കുട്ടികൾ ഇനിയും വരാനുണ്ട്. ഓരോ ഇഷ്യൂസ് കാരണം അവർക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ വേറിട്ട് നമ്മൾ ചില്ലാക്കി കേട്ടോ. പിന്നെ ഒരാൾക്ക് ഹൗസ് വാമിങ് ആയതുകൊണ്ട് അവൾക്കും വരാൻ പറ്റില്ല. പിന്നെ കുറച്ച് ഇവിടെ ഉപ്പിലിട്ട് നെല്ലിക്ക, മാങ്ങ, പേരക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ ആദ്യമൊക്കെ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായി മീറ്റൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിങ് ഉണ്ട്, അത് കഴിഞ്ഞ ശേഷം ഈവനിങ്ങിനൊക്കെ എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഗേൾസ് മാത്രമായിട്ട് പുറത്തിറങ്ങിയൊരു വൈബാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ടുകളായിട്ടൊന്ന് പുറത്ത് പോകുമ്പോൾ ആ ഒരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ. മനസ്സിന് വല്ലാത്തൊരു വിഷമങ്ങളും സങ്കടങ്ങളും എന്തുണ്ടെങ്കിലും അതൊക്കെ ഇവരിലൂടെ നമ്മളത് മറന്നു പോകട്ടോ. അത്രയും നല്ലൊരു ഇൻട്രസ്റ്റോടെ നമ്മൾ നല്ലൊരു പോസിറ്റീവായിട്ടാണ് നമ്മൾ ഈ ഒരു നിമിഷം നമ്മൾ സന്തോഷിച്ചത്. പിന്നെ നമ്മൾ ബീച്ചെല്ലാം കാണുമ്പോൾ അത് വൈബ് വേറെ ഉണ്ടായിരുന്നു. ഒരു മനസ്സിന് വല്ലാത്തൊരു സമാധാനം സന്തോഷമായിരുന്നു കേട്ടോ. ഈ ഒരു നിമിഷം മറക്കാനും അതൊരു ഓർമ്മകളും കൂടിയാണ്. അപ്പോൾ ഞങ്ങളിതാ അതെല്ലാം കഴിഞ്ഞ് ഇനി ഈവനിങ് ഒരു ചായയൊക്കെ കുടിക്കാൻ ഞങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ഓരോ കടികളും ഞങ്ങളിവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കടികളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല വെറൈറ്റി പൊരിച്ചിട്ടുള്ള ഒരുപാട് കടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് കാണാം. നമ്മളിവിടെ ചായ കുടിക്കാം കേട്ടോ. നമ്മളെ കടികൾ സെറ്റാണ് കേട്ടോ. ഉള്ളിവട ഉണ്ട്. പിന്നെന്താ ഉള്ളത്? മുട്ട ബജ്ജി. അല്ല, അത് ബോണ്ടേനെ. ഇത് ബോണ്ട വെച്ചിട്ടുള്ളത്. ഞാൻ മുട്ട ബജ്ജി പറഞ്ഞത്. എന്ത് പരിപ്പ് വട. മാസം കണ്ട് പെരുന്നാളായി.
ലൈമൊക്കെ കുടിച്ചു ഗൈസ്. നോക്കിയപ്പോ 477 അയ്യോ ശാരീരികമായി മാനസികമായി തകർന്നുകൊണ്ട് നല്ല പുലിനെ കിട്ടി. ഈ ഏട്ടനെ കൊണ്ട് ഞങ്ങൾ തോറ്റിട്ടോ. ആള് ഭയങ്കര തമാശക്കാരനാണ്. ഞാൻ വ്ളോഗ് ചെയ്യുന്നത് കണ്ടപ്പോൾ ആള് എന്നെ ചുമ്മാ ഒന്ന് കളിയാക്കിയാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് നിങ്ങളും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും ഈ വ്ളോഗ് കണ്ട ലൈക്കൊക്കെ ചെയ്യണേ. ഞങ്ങൾ ഇവിടെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ക്ലെയിമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ നല്ല ഉള്ളികട ഉണ്ടപ്പൊരി എന്ന് പറയുമ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. നിങ്ങളിപ്പോൾ സ്ഥലം കാലിയാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വൈൻഡപ്പ് പറയാനായി. അപ്പം ഇനി എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് മാത്രമായിട്ടുള്ളതായിട്ടൊരു ചില്ലാക്കി വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ എൻജോയ് ചെയ്ത് ചില്ലാക്കി നമ്മളെ വൈബൊക്കെ. അങ്ങനെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ ബൈ.